Watch full episodes on Jio Hotstar. രുദ്ര, നമ്മൾ ഈ സിറ്റിയിൽ ഒരു റൗണ്ട് അങ്ങനെ പോയാലോ? പോകുന്ന സമയത്ത് നമുക്ക് ആ മമ്മിയെ കണ്ടാലോ? അതെ രുദ്ര, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ആദ്യം നമുക്ക് കുറച്ച് സ്നാക്സ് കഴിക്കാം, പ്ലീസ്. എത്ര മനോഹരമായ കാഴ്ച അല്ലേ? മുംബൈയിലെ ബീച്ചസ് ഒക്കെ വളരെ സ്പെഷ്യൽ ആണ്. വരൂ രുദ്ര, നമുക്ക് ചെന്ന് ചാട്ട് കഴിക്കാം. നമുക്ക് കഴിച്ചോണ്ട് ചുറ്റിലും വാച്ച് ചെയ്തോണ്ടിരിക്കാം. ഒരു പക്ഷെ കിങ് ഫാരോ ജനങ്ങളുടെ ശക്തി അപകരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാലോ? ഇത് ശരിക്കും ക്രൗഡഡ് ഏരിയയാണ്. നമുക്ക് ചാട്ട് കഴിക്കാം, പക്ഷെ അവന്മാര് വീണ്ടും എന്താ ചെയ്യുന്നെന്ന് നോക്ക്. നിൽക്ക്, നമുക്കത് കേൾക്കാം. ബോസേ, ഇത് കണ്ടോ? ഞാൻ റിമോട്ട് വെച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ താഴെയുള്ള ടണൽ വഴി പുറത്തുള്ള റോഡ് സൈഡിലൂടെ ഓടണം. നിങ്ങൾ റോഡിൽ ജീപ്പുമായിട്ട് നിൽക്ക്. നമുക്കത് കയറി അങ്ങ് അടിച്ചു വിട്ട് പോവാ. ഇവിടെ ഉള്ളവരെല്ലാം ബോംബ് ബ്ലാസ്റ്റ് കാരണം സ്വർഗത്തിലേക്ക് ചെല്ലും. എങ്ങനെയുണ്ട് എന്റെ ഈ പെർഫെക്റ്റ് ആയ പ്ലാൻ? കലക്കിയില്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ അതാണല്ലേ അവന്റെ പ്ലാൻ. ആദ്യം കാണുമ്പോൾ നിന്റെ എല്ലാ പ്ലാനും പെർഫെക്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ എല്ലാം തലകീഴായിട്ട് മാറുന്നതായിരിക്കും. ശരി, വാ, നമുക്ക് തുടങ്ങാം. ആക്ടിങ് തുടങ്ങാം. സഹോദരന്മാരെ, അത്ഭുതകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടണൽ വഴി കടലിന്റെ അടിയിലേക്ക് പോവാൻ സാധിക്കും. ആ അത്ഭുത കാഴ്ച നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണും. നിങ്ങൾക്ക് തരാനായിട്ട് കുറെ മുത്തുകളായി ബാബ തിരിച്ചെത്തുന്നതായിരിക്കും. കടലിൽ നിന്നും മുത്തുമായിട്ട് ബാബ ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഈ മുത്ത് ആർക്ക് കിട്ടുന്നോ ആ മുത്ത് അവർക്ക് തന്നെ സ്വന്തം. ബോസേ, ജീപ്പ് റെഡിയാക്കി വെച്ചേക്കൂ. ഞാൻ അല്പസമയത്തിനുള്ളിൽ ടണലിലൂടെ ഓടി റോഡ് സൈഡിൽ എത്തും. മുകളിൽ നിങ്ങൾ ബോംബ് മറച്ചു വെച്ചിട്ടില്ലേ? അത് അല്പസമയത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കും. ഇവന്മാരെന്തിനാ അങ്ങോട്ടേക്ക് ഓടുന്നത്? ചേടാ, ഇവൻ മോളിൽ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? പ്ലാന് മൊത്തം ഫ്ലോപ്പ് ആയി പോയി. വേഗം ചെല്ല, അവനെ പിടിച്ചോണ്ട് പോവാ. ബോസേ, എന്താ ഒന്നും മിണ്ടാത്തെ? ബോംബ് പൊട്ടിയോ? ഇനിയാണ് നമ്മുടെ കളി. നമുക്ക് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആകണം, അല്ലെങ്കിൽ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യും. ഏട്ടാ ലംബോത്തോടാ, പോലീസുകാര് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആയി. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഈ ഈവനിങ് അങ്ങനെ നീണ്ടു പോവാണല്ലോ. ഞാനിതിപ്പോ എവിടെ എത്തിച്ചേർന്നെന്ന് മനസ്സിലാവുന്നില്ല. കണ്ണത്താ ദൂരത്ത് പോലും നമ്മുടെ ഹോട്ടൽ കാണുന്നില്ലല്ലോ. ജോ ഓൾറെഡി പറഞ്ഞതാ രാത്രിക്ക് മുമ്പ് തിരിച്ചെത്തണമെന്ന്. ഏതായാലും അവിടെ ചെന്ന് ചോദിക്കാന്നേ. വീണ്ടും ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്റെ ഈ കണ്ണുകളിലേക്കൊന്ന് നോക്കൂ. ചേടാ, ഇതെന്താ? ജനങ്ങളുടെ പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാ പവറും എന്റെ അകത്തേക്ക് വരട്ടെ, എന്റെ ഉള്ളിലേക്ക് വരട്ടെ. ഈ കാര്യം രുദ്രയോട് ചെന്ന് പറയണം. ഇത് ജോ അങ്കിൾ പറഞ്ഞ ആ മമ്മി ആയിരിക്കുമോ? കാണാനെല്ലാം നോർമലായിട്ട് തന്നെയുണ്ട്, ബട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഹലോ രുദ്ര, എന്നെ ഒന്ന് സഹായിക്കേ. വേഗം വേഗം വാ. മമ്മി മമ്മി. ഓക്കെ രംഗില, നിങ്ങൾ പേടിക്കണ്ട, ഞാനിതാ വരുന്നു. നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ബാൻഡ്രയോ?
ഓക്കെ ഓക്കെ, എന്റെ ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. റിവേഴ്സോ. ഇതെന്താ ട്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് റിവേഴ്സ് പോകുന്നേ? നീ ഇപ്പൊ എവിടെയാ രുദ്ര? നീ പാരയാടാ വിളിക്കുന്നത്? എന്റെ അടുത്തേക്ക് വാ. വാ വാ. വേണ്ട മമ്മി. ഞാൻ മമ്മി തന്നെയാണ്. നീ എന്റെ അടുത്തേക്ക് വന്നേക്കൂ. വരൂന്നേ. നീ എന്റെ മമ്മി ഒന്നും അല്ല. നീ കോഫിനിൽ കിടക്കുന്ന മമ്മിയാണ്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഞാൻ ഓടുന്നത് ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. കടായ്. അപ്പൊ ഇവൻ സാധാരണ മനുഷ്യനല്ല. നിക്കടാ അവിടെ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ, ഞാനിപ്പോ വന്നേക്കാം. ചേടാ, ഈ ട്രെയിൻ എന്താ തിരിച്ച് റിവേഴ്സിൽ ഇങ്ങോട്ട് വരുന്നേ? നമ്മുടെ കാര്യം പോക്കാണെന്നാ തോന്നുന്നത്. ഇതെങ്ങനെ നിർത്തുന്നത്? എന്റെ അമ്മോ. ഞാനിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ട്രെയിൻ ഇങ്ങനെ തടഞ്ഞു നിർത്തുക. ആ ട്രെയിൻ ഇപ്പൊ ഫുൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. Track separato. ചേടാ, അപ്പൊ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ലേ? മുമ്പിൽ വന്ന ട്രെയിൻ എവിടേക്കാ പോയത്? ഈ അത്ഭുതം എങ്ങനെയാ സംഭവിച്ചത്? ഓപ്പോസിറ്റിൽ വന്ന ട്രെയിൻ എവിടെ? Audience de Frizo. അല്ല, നമ്മളെല്ലാരും ഇവിടെ എന്തെടുക്കുകയാണ്? നിനക്കിതെന്താ പറ്റിയത്? എന്റെ മുടി. യെസ്, റോക്കി നമ്മളെ സഹായിക്കും. നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിങ്ങൾ എല്ലാവരും റിയൽ മജീഷ്യൻസ് ആണോ? അതെ അമ്മേ, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. മമ്മി അതിന്റെ കൊഫൻസ് നിന്ന് പുറത്തു വന്ന് മുംബൈയിൽ കറങ്ങി നടക്കാണ്. അവൻ ജനങ്ങളുടെ പവർ അപഹരിക്കാൻ നോക്കുകയാണ്. നമ്മൾ അവനെ ഉടനെ തടഞ്ഞു നിർത്തണം, അല്ലെങ്കിൽ മുംബൈ മാത്രമല്ല ഈ ലോകം മൊത്തം അപകടമായി തീരും. പക്ഷെ നീ ഒരു മജീഷ്യൻ അല്ലേ, നിനക്ക് എന്തും ചെയ്യാലോ. പക്ഷെ നിന്റെ കയ്യിൽ സയൻസിന്റെ ശക്തിയുണ്ട്, ഓർമ്മയില്ലേ? നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കാം. പറയൂ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? താങ്ക്സ് റോക്കി, വി ആർ എ ടീം നൗ. നീ സോഷ്യൽ മീഡിയയിൽ ഹെൽപ്പ് ലൈൻ ഇട്ടിട്ട് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം. ആരെവിടെ മമ്മിയെ കണ്ടാലും ഇമീഡിയറ്റ്ലി ഇൻഫോം ചെയ്യാൻ പറയണം. ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഇതാ, ഞാൻ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. യെസ്, ഞാനിത് ചെയ്തു കഴിഞ്ഞു. ഇനി മമ്മിയുടെ ലൊക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താം. ഒരുപാട് സമയമാവില്ല.
ഓടി ഒളിച്ച് കളിച്ചതൊക്കെ മതി. ഇനി നമ്മൾക്ക് പാലസിലേക്ക് തിരിച്ചു പോകണം. ബോസ്, ഇവിടുന്ന് നോക്കിയിട്ട് എനിക്ക് കൊട്ടാരം ഒന്നും കാണുന്നില്ലല്ലോ. ഗുഹ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് പാലസ് എവിടെയാ കാണുന്നത്? നീ എന്റെ പുറകിൽ തന്നെ മിണ്ടാതെ വന്നുകൊണ്ടിരിക്കൂ. അപ്പം നിനക്കെല്ലാം മനസ്സിലാവും. വേഗം വാ. ബോസ് എന്താ പറയുന്നത്? ബോസ്, ഈ സ്ഥലത്ത് താമസിക്കുന്നേക്കാളും നമുക്ക് ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാ പോരെ? ആണോ? 2 അടി മുന്നോട്ടെടുത്ത് വെച്ച് നോക്ക്, എന്നിട്ട് പറയൂ. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസത്തെ രാത്രി മാത്രം എന്റെ ഈ കാണുന്ന പാലസ് മുംബൈ സിറ്റിയുടെ സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലാവും അവരുടെ പുതിയ കിങ് ഫാരോ ആണെന്ന് മനസ്സിലാവും. കിങ് ഫാരോ. നിനക്കൊരു ബോംബ് പോലും പൊട്ടിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ ഒരു പുതിയ പ്ലാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരുപാട് ബോംബ്സ് പതുക്കി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഒരേ സമയത്ത് ഈ ബോംബ് മുംബൈയിൽ മൊത്തം പൊട്ടി തെറിപ്പിക്കും. എല്ലാം ചാമ്പലായി പോകും. ഓക്കെ ബോസ്, നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ ഓരോ സ്ഥലത്തും ബ്ലാസ്റ്റായി തളർന്ന അവശനായിരിക്കാം. ഇതെന്താ ബോസ്? അറിയാതെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ചേടാ, ഇതെന്താ ഞാൻ കാണുന്നത്? എന്താ സ്വപ്നമോ മറ്റോ ആണോ? ചരൺദാസ്, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇപ്പൊ ഞങ്ങൾ കാണുന്നത് സ്വപ്നമാണോ അതോ സത്യമാണോ? ഈ പ്രശ്നത്തിൽ തലയിടാതെ ഇരിക്കുന്നതാ നല്ലത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കോ. പിന്നെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല. കിങ് ഫാരോ വരാൻ പോവുകയാണ്. ഓടിക്കോ, ഇവിടെ നിന്ന് ഓടിക്കോ. കിങ് ഫാരോ വിജയിക്കട്ടെ, കിങ് ഫാരോ വിജയിക്കട്ടെ, കിങ് ഫാരോ വിജയിക്കട്ടെ, കിങ് ഫാരോ വിജയിക്കട്ടെ. നിങ്ങളുടെയും ഞങ്ങളുടെയും ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ഒന്നാണ്. മുംബൈയെ ടോട്ടലായിട്ട് നശിപ്പിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ സക്സസ് ആയി മാറും. എന്ത് പറയുന്നു? നമ്മൾ തമ്മിൽ ഒരു ഡീൽ വെച്ചാലോ? എന്റെ ചിട്ടിയെ ഞാൻ എന്തിനാണ് നശിപ്പിക്കുന്നത്?
മരമണ്ട, ഒരക്ഷരം വേണ്ടി പോകരുത്. എന്റെ സിറ്റിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പോകരുത്. ഇങ്ങോട്ട് വാ. എന്റെ കണ്ണുകളിലേക്ക് നല്ലോണം നോക്കൂ. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതേ പണി തന്നെ ചെയ്യാം. ഓ മൈ ഗോഡ്, ഒരു പക്ഷേ ഇത് കിങ് ഫാരോ ആണോ? അതെ, അത് തന്നെ. യെസ്, കിട്ടിപ്പോയി. മെസ്സേജ് വന്നു. ഓ ലൊക്കേഷൻ സിറ്റിന്റെ പുറത്ത് ഡിഗിങ് സൈറ്റിലാണ്. അവൻ അവിടെ തന്നെ പോയി കാണുന്ന എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവൻ അവിടെ എസ്കേപ്പ് ആവും. അവൻ അവിടുന്ന് പോകുന്ന മുമ്പ് നമുക്ക് ചെന്ന് എത്താം. ഇപ്പൊ തന്നെ പോവാം. ഇതെന്താ? King Sparrow. അല്ല ബോസേ, ഇതാരാ? എന്റെ ദൈവമേ, ഇത്രയും വലിയൊരു പക്ഷിയോ? പതുങ്ങിരിക്കടാ. ബോസേ, ഇന്ന് എല്ലാ സ്ഥലത്തും മാജിക് ആണല്ലോ നടക്കുന്നത്. രുദ്ര, നേരം വെളുക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ നിങ്ങളുടെ കോഫിലേക്ക് തിരിച്ചു പൊക്കോളൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്നെ തടഞ്ഞു നിർത്തിയൊന്ന് കാണിക്കേ. ഫാരോ കിങ്, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. തണ്ടർ ക്രിയേറ്റോ. ഓക്കെ കുട്ടികളെ, നമുക്ക് അകത്തേക്ക് ചെന്ന് കോഫിൻ പുറത്തേക്ക് കൊണ്ടുവരണം. വരൂ.
ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. രുദ്ര, അതും തടഞ്ഞു നിർത്ത്. അവന്റെ പവർ കൂടി കൂടി വരികയാണ്. സൺറൈസിന് അല്പസമയം കൂടിയേ ഉള്ളൂ. അവനെ പൊക്കിയെടുത്ത് കോഫിനിൽ കിടത്ത് രുദ്ര. ആകാശത്തിലുള്ള എല്ലാ പവേഴ്സും എന്റെ കയ്യിലേക്ക് വരട്ടെ. Ibaiska shield creator. രുദ്രയുടെ കഥ അവസാനിപ്പിക്കൂ. Ibaiska. Boom, chick, boom. ഞാൻ വീണ്ടും തിരിച്ചു വരും.
രുദ്ര, താങ്ക് യു സോ മച്ച്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ദി കിങ് ഫാരോയെ നീ തിരിച്ചയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ മൊത്തം ലോകത്തെയും ഇല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞേനെ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. റോക്കിയുടെ നിങ്ങളുടെ സഹായം ഒന്നും ഇല്ലാതെ കിങ് ഫെറോനെ തിരിച്ചയക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് സന്തോഷം തോന്നുന്നു. റോക്കിയെ പോലത്തെ ഫ്രണ്ട് എനിക്ക് മുംബൈയിൽ കിട്ടിയിരിക്കുന്നു. Zibaisko, memory eraser. അല്ല, നമ്മളെല്ലാവരും ഇവിടെ എന്തെടുക്കാണ്? അറിയില്ല ബോസ്. വരൂ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഒരു കലക്കാന്നേ. നമ്മളെ കുറിച്ചോ മമ്മയെ കുറിച്ചോ അവർക്ക് ഇനി ഒരു ഓർമ്മയോ ഉണ്ടാവില്ല. രുദ്ര, എനിക്കും റോക്കിക്കും ഒരു കാര്യം അറിയാം. നിങ്ങൾ മജീഷ്യൻസ് ആണെന്നുള്ള കാര്യം. പക്ഷേ നീ അവരെ പോലെ ഞങ്ങളുടെ മെമ്മറീസിലുള്ള കാര്യങ്ങളും അറേസ് ചെയ്യില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ആരാന്ന് റോക്കി മറന്നു പോയാൽ തീർച്ചയായിട്ടും എനിക്കൊരു നല്ല ഫ്രണ്ടിനെ മിസ്സാവും. ഇല്ല മോനെ, ഒരിക്കലും ഇല്ല. നീ ഞങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ മെമ്മറി അങ്ങ് ഡെലീറ്റ് ചെയ്തേക്കെ. ഒരു പക്ഷെ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞു പോയാൽ അതൊരു പ്രശ്നമായി മാറില്ലേ? അമ്മുമ്മേ, അതിനും എന്റെ കൈവശം ഒരു സൊല്യൂഷൻ ഉണ്ട്. നീ ഇപ്പൊ എന്താ ചെയ്തത്? ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ആ സമയം നിങ്ങൾക്ക് ആ കാര്യം മറന്നുപോകും. പക്ഷെ ഞങ്ങൾ ഓർമ്മയുണ്ടാവും. താങ്ക് യു മോനെ. ഇപ്പൊ എനിക്ക് 2 പേരക്കുട്ടികളെ കിട്ടി. Watch India's largest kids library only on Jio Hotstar. Download the app now.